യാതിവൻ വന്ന് മോളോട് ചോദിക്കുകയാ, ചത്തക്കൂരയിൽ കഴിയുന്ന 18കാരിക്ക് പോലും ഋത്തിക് പോലെയുള്ള ഭർത്താവിനെ വേണമെന്ന് വാശി പിടിക്കുമ്പോ കാലഘട്ടമല്ലേ പെങ്ങളെ? 10ാം ക്ലാസ്സിൽ +1 +2 പഠിക്കുമ്പോ നിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ എഴുതി വെക്കുന്ന ഡയറി, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാ പെണ്ണെ നീ എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ കലോത്സവം നടന്നപ്പോ നിങ്ങൾ കണ്ടില്ലേ? കേരള കലോത്സവം നടന്നപ്പോ ഭരതനാട്യത്തിന്, കുച്ചിപ്പുടിക്ക്, മോഹിനിയാട്ടത്തിന് സമ്മാനം താങ്ങിയ, ഒപ്പനപ്പാട്ടിന് സമ്മാനം താങ്ങിയ, കോൾകൾക്ക് സമ്മാനം താങ്ങിയ സുന്ദരികളായ കോഴിക്കോട് മലബാർ ജില്ലയിലെ ഈ ലോകത്തിന്റെ നാശമായ 17കാരിയായ മലപ്പുറപ്പെണ്ണ് സാറോട് പറഞ്ഞിരുന്നോ? 18കാരിയായ കോഴിക്കോടിന്റെ പെണ്ണ് ആ ചാനലുകാരോട് പറഞ്ഞിരുന്ന മുസ്ലിം നാമധാരികളാണ് എത്രയോ പെൺമക്കളാ പറഞ്ഞത്. അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോ, നിനക്ക് ജീവിതം താങ്ങിത്തന്ന അല്ലാഹയെ മറന്നുപോയോ? അല്ലാഹന്റെ റസൂലിനെ മറന്നുപോയോ പെങ്ങളെ? 17കാരിയായ പെൺമക്കളോട് വിവാഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോ, മമ്മൂട്ടിയെ പോലെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞ പെങ്ങളെ, പൃഥ്വിരാജിനെ പോലെയുള്ള ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞ പെണ്ണേ, നീ എങ്ങനെ മലപ്പുറത്ത് ജനിച്ചു പെണ്ണേ? നീ എങ്ങനെ കോഴിക്കോട് ജനിച്ചു പെണ്ണേ? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ സഹോദരിമാരോട് സങ്കടത്തോടെ പറയുകയാണ്, നിന്റെ വാപ്പ കൊണ്ടുവന്ന, നിന്റെ ഉമ്മ കൊണ്ടുവന്ന ആലോചനയിൽ വന്ന ഭർത്താവില്ലേ, ഒരുവിധം പടച്ചോനെ പേടിക്കുന്നവനാ, മാന്യമാര സൗന്ദര്യമുണ്ട്, സാമ്പത്തികവും നിന്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, എന്നാ പിന്നെ നിന്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സമ്മതിച്ചുകൂടെ പെണ്ണേ? എവിടെയാ സമ്മതിക്കുന്നത്? എവിടെയാ സമ്മതിക്കുന്നത്? അതിന് മാതാപിതാക്കൾ ഒരു പരിധിവരെ കാരണക്കാരാ. 9 വയസ്സാകുന്ന കൗമാരപ്രായത്തില് ചുണ്ട് ചുമപ്പിക്കാനുള്ള ലിപ്സ്റ്റിക് വാങ്ങിച്ചു കൊടുക്കുന്ന എറണാകുളം ജില്ലയുടെ ഉപ്പമാര് പഠിച്ചോ, നാ കഷ്ടപ്പെട്ട കാശല്ലേ ഉസ്താദ്, എന്റെ മോൾക്കല്ലേ ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്ന സ്വാർത്ഥ താല്പര്യക്കാരായ ഉപ്പമാര് പഠിച്ചോ. നീ എവിടെ നിന്ന് കാശുണ്ടാക്കിയാൽ മോനെ നിന്റെ മക്കൾക്ക് കൊടുക്കുന്നു, ആ മക്കളുടെ വളർച്ചയുടെ ഘട്ടത്തില് ആദർശത്തിന് തടസ്സമാകുന്ന ചിന്ത വരുമോ എന്ന് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ചെറുപ്പക്കാരാ? എത്രയോ പെൺകുട്ടികളാ ചാനലുകാരോട് പറഞ്ഞത്, സിനിമാ സ്റ്റൈലുള്ള, പൂച്ചക്കണ്ണുള്ള, ഗന്നം സ്റ്റൈലുള്ള, മസിൽ പവറുള്ള, സിസ്ബേക്കുള്ള, അതേ ആഡംബരത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരെ വേണമെന്ന് നിസ്കാരപ്പഴമ്പുള്ള വാപ്പാട മക്കള് പറഞ്ഞത് കേരളത്തിന്റെ തന്നെ ശാപമല്ലേ പെങ്ങളെ? എറണാകുളം ജില്ലയുടെ പെണ്ണേ, നിന്റെ നാവുകൊണ്ടങ്ങനെ പറയാന് പാടില്ല. ആലുവാ മണപ്പുറത്തിരുന്ന മണവാളന് നിങ്ങൾ കണ്ടതല്ലേ? എന്തു കുറവാണാ ചെറുപ്പക്കാരനുള്ളത്? പാവപ്പെട്ട അനാഥയായ പെൺകുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നിക്കാഹ് കഴിക്കുമ്പോ, എന്റെ സഹോദരങ്ങളെ, ഏറ്റവും വലിയ സ്ത്രീധനമായിട്ട് കേരളം കൊടുത്തത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആമീനല്ലേ? കൊലിച്ചു വേണം ചെറുപ്പക്കാരോ. എറണാകുളം ജില്ലയിലെ പെൺകുട്ടികളോട് പറയുകയാ, സ്വപ്നത്തിനൊരു പരിധിയുണ്ട് മോളെ, പരിധിയുണ്ട്. സ്വപ്നം നിനക്ക് കാണാ. ഞാൻ ഈ അടുത്ത സമയത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സഹായിച്ചു. നിക്കാഹിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട കുടുംബത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുകയാ. ഞാൻ അവരോട് പറഞ്ഞ് വലിയ ഫ്ലക്സ് അടിച്ചു വെക്കാൻ പറഞ്ഞിട്ട് പൈസ പാഴാക്കിയില്ല. ആരോപണം പറയുന്നവരെ, അങ്ങനെയുള്ള സമ്പന്ന വർഗത്തെ ഒരുപാട് നൗഷാദ് ബാക്കവിയുടെ കയ്യിലുണ്ട്. അവരിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് വീട് വെക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവരെ ദുരുപയോഗം ചെയ്ത് പണം വാങ്ങിയിട്ട് കറങ്ങി നടക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവര് കാശ് വാങ്ങാറുണ്ട്. ആ കാശ് വാങ്ങിയിട്ട് ഈ കേരളത്തിന്റെ പാവപ്പെട്ട ഉമ്മമാരുടെ കയ്യിലേക്ക് അവരെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കാറുണ്ട്. അങ്ങനെ കൊടുത്തുപോലെ ഒരു കുടുംബത്തിന്റെ കല്യാണത്തിന് തലേ ദിവസം ചെന്നപ്പോ, സുബ്ഹാനല്ലാഹ്, പുതുപെണ്ണിനെ ഒന്ന് കാണണം എന്ന് കൂടെ വന്ന ഒരാഗ്രഹം പറഞ്ഞപ്പോ, ആ ഉമ്മ പറഞ്ഞതെന്താ? പൊന്നുമോളെ ഉമ്മ പറഞ്ഞതെന്താ? കല്യാണത്തിന്റെ തലേ ദിവസം പുതുപെണ്ണിനെ കാണാൻ ചെന്നപ്പോ ഉമ്മ പറഞ്ഞതെന്തെന്നറിയോ? 2 മണിക്കൂറായി റൂമിന്റെ അകത്തിരിക്കുന്ന മോളെന്തേ പുറത്തിറങ്ങാ പറഞ്ഞ് ചോദിച്ചപ്പോ,
പള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് വെച്ച് പിരിച്ച കാശ് കൊണ്ട് കൊടുത്ത, എന്റെ മജ്‌ലിസിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ട് കൊടുത്ത ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ മോളെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആള് വന്നിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. എന്നാലും പെണ്ണാ നീ നന്നാറുന്നത്, നിന്നെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പരിഹസിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ആക്ഷേപിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എറണാകുളം ജില്ലയുടെ 100 പെണ്ണുങ്ങൾ നന്നായ ആ ജില്ല നന്നായി. പെങ്ങള് പെരിങ്ങാലയുടെ പരിസരത്ത് 10 പാവപ്പെട്ട കണ്ണാര പ്രായം കഴിഞ്ഞ വേറെ പെൺകുട്ടികളെ അല്ലാതെ പേടിച്ച് കരയുന്നവരായ പെരിങ്ങാലയെന്ന് പറയുന്ന നാട് അല്ലാഹു ഇഷ്ടപ്പെട്ട നാടായി. പെങ്ങള് അതിനുവേണ്ടിയാ പറയുന്നത്. നൂഹെന്ന് പറയുന്ന നായാട് തന്റെ മോളരികിലേക്ക് ചെല്ലുക.